കരുതലും കൈത്താങ്ങും കൊട്ടാരക്കര താലൂക്ക് തല അദാലത്തിൽ ലഭിച്ചത് 1026 അപേക്ഷകൾ. മുമ്പ് ലഭിച്ച 604 പരാതികളിൽ 398 എണ്ണം തീർപ്പാക്കി 422 പരാതികളാണ് നേരിട്ട് ലഭിച്ചത്. ഇവ തുടർ നടപടിക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറി. മന്ത്രിമാരായ KN ബാലഗോപാലും ചിഞ്ചുറാണിയും പങ്കെടുത്തു. ഒരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത്. സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലോ കളക്ടറേറ്റിലോ കൊല്ലത്ത് പോയിട്ട് മറ്റു ഓഫീസിലൊക്കെ പോയി പലപ്പോഴും ഓഫീസിൽ കയറി ഇറങ്ങി പല ഓഫീസിൽ നിന്ന് ഇങ്ങനെ പേപ്പർ വന്ന് സമയം പോകുന്നതിന് പകരം സർക്കാർ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഈ പരിപാടി ഏറ്റവും വിജയകരമായി നടക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യന്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റും. സർക്കാരിന്റെ മികച്ച ഇടപെടൽ പരാതികളുടെ എണ്ണം കുറച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അദാലത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ കാർഡ് അനുവദിച്ച 17 പേർക്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. ചിതറ പഞ്ചായത്തിലെ വേങ്കോട് വാർഡിലെ 75-കാരിയായ പൊന്നമ്മ അതിദാരിദ്ര്യ വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമായാണ് കൊട്ടാരക്കര താലൂക്ക് അദാലത്തിലെത്തിയത്. അപേക്ഷ പരിഗണിച്ച മന്ത്രി KN ബാലഗോപാൽ അതിദാരിദ്ര്യ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിനായി ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. മുച്ചക്ര വാഹനത്തിലുള്ള അപേക്ഷയുമായാണ് 15-ാം വയസ്സിൽ വലതുകാൽ നഷ്ടപ്പെട്ട വെളിയം സ്വദേശി രഞ്ജിത്ത് കൊട്ടാരക്കര അദാലത്തിലെത്തിയത്. ആ ആവശ്യവും അംഗീകരിച്ചു. അതിർത്തി സംബന്ധിച്ച തർക്കങ്ങളും വഴിത്തർക്കങ്ങളും അദാലത്തിലെത്തിയിരുന്നു. കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കുന്ന ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടിയ മുളിയാർച്ചൽ നിവാസികളുടെ വിഷയം പരിശോധിച്ച മന്ത്രി KN ബാലഗോപാൽ എൻഫോഴ്സ്മെന്റ് നടപടികൾ അടക്കം ആവശ്യമെങ്കിൽ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. 596 പരാതികളാണ് അദാലത്തിന് മുന്നോടിയായി ലഭിച്ചത്. ഇതിൽ 381 എണ്ണത്തിന് പരിഹാരം കാണിച്ച് മറുപടി നൽകി. 129 പരാതികളും പുതുതായി ലഭിച്ച പരാതികളും മന്ത്രിമാരായ KN ബാലഗോപാലും ചിഞ്ചുറാണിയും അദാലത്ത് വേദിയിൽ പരിഗണിച്ചു. 86 അപേക്ഷകൾ അദാലത്തിൽ പരിഗണിക്കാൻ കഴിയാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷനായിരുന്നു. കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ്, കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ SR രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.